പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിക്ഷൻ്റെ കാര്യമാണ് ഈ തവണത്തെ. കഴിഞ്ഞ എവിക്ഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ തവണ ഉറപ്പായിട്ടും സാബുമോൻ ഉറപ്പ് 100% പോകുമെന്ന്. അതേപോലെ തന്നെ ലക്ഷ്മിയും ഈ തവണ ഉറപ്പായിട്ടും പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് അനുസരിച്ച് രണ്ടുപേരും രക്ഷപ്പെട്ടു. കാരണം റിയാസ് വന്നോടെ ലക്ഷ്മിയുടെ ഗ്രാഫ് വല്ലാണ്ട് അങ്ങ് കൂടി. കാരണം ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. റിയാസ് വന്നിട്ട് ലക്ഷ്മിനെ മാറ്റിക്കാൻ നോക്കുക, അത് ഒരിക്കലും പോസിബിൾ അല്ല. പ്രേക്ഷകർക്ക് അതാ ഇഷ്ടപ്പെടുന്നത്. ലക്ഷ്മിയുടെ കൂടെ അപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിയാസിന് കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഹേറ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം നമ്മുടെ ലക്ഷ്മിയുടെ ഫാൻസായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം അവരെല്ലാം ഉറപ്പായിട്ടും ലക്ഷ്മിക്ക് വോട്ടും ചെയ്യും. പിന്നെ നമ്മുടെ സാബുമാൻ, പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ ഈ വീക്കിലങ്ങ് പോകേണ്ടതായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഇല്ലേ, ഈ ഹോട്ടൽ ടാസ്ക്, അതിനകത്ത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനൊന്നും ചെയ്യുന്നില്ല, മറ്റേ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുള്ള് സാബുമോനുള്ള സിമ്പതിയാണ്. കാരണം പുള്ളിക്കാരൻ വെയിലത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണ്ടേ അത്രയും നേരം. ഈ BGM ഒക്കെ കുത്തിക്കയറ്റി ശരിക്കും പുള്ളി അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്ത പണിയാണ്. കാരണം പുള്ളിക്കാരൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം കറക്റ്റ് റോൾ തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാച്ചു ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ വെയിലത്ത് അത്രയും നേരം ആ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന സത്യം പറഞ്ഞാൽ കുറച്ച് പാടാണ്. ആർക്കാണേലും ആ വീഡിയോസ് കണ്ടാൽ ഒരു സഹതാപം തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും പുള്ളിക്കാരന് നല്ല വോട്ട് കയറിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഈ തവണത്തെ എവിക്ഷനിൽ ഇവർ രണ്ടുപേരും സേഫാണ്. അപ്പോൾ ഇനി എവിക്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതൽ ബിന്നിയും റെനയാണ്. ഇവർ രണ്ടുപേരും പോകാനുള്ള ചാൻസസ് ഇപ്പോൾ കൂടി വരുന്നു. കാരണം ബാക്കി രണ്ടുപേരും സേഫായില്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ആ റെന സത്യം പറഞ്ഞാൽ പുറത്ത് പോകുന്നതാണ് നല്ലത്. പുള്ളിക്കാരത്തി അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു വീടിനെപ്പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തി. അപ്പോൾ എന്തായാലും നമുക്ക് ലാലേട്ടൻ വന്നിട്ട് അറിയാൻ പറ്റും ആരൊക്കെ എവിക്റ്റായി പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ തവണ നമ്മുടെ ലക്ഷ്മിയും സാബുമാനും സേഫായി പോയത് യോജിക്കുന്നോ? കമൻറ്റ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.